ഹായ്. ഇന്ന് വന്നപ്പം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഫുൾ ഭയങ്കര മഴ. പക്ഷെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ബൈക്കിന് റൂമിൽ നിന്ന് ഇങ്ങോട്ടൊരു 5 കിലോമീറ്റർ ഉണ്ട് ഓഫീസിലേക്ക്. പക്ഷെ നല്ല രസമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, മഴയത്ത് ബൈക്ക് ഓടിച്ച് വരാൻ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം നല്ല മഴയൊക്കെ പെയ്ത് ഫുള്ള് ചെയിലേക്ക് ആയിട്ട് എന്തോ ഒരു മഴയാണെങ്കിൽ തന്നെ വരണ്ട എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ ഇന്ന് വന്നപ്പം എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ കുറേ കാര്യം ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മുടെ സന്തോഷവും സങ്കടമൊക്കെ ശരിക്കും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് സന്തോഷം ഉണ്ട്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അധികം അതോർത്ത് സന്തോഷിക്കാറില്ല. കാരണം നമ്മളൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല. മേ ബി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ബുധനാഴ്ച ലീവാണ്, ബുധനാഴ്ച നാഗ്പൂർ പോവാം, വേണം സിനിമ കാണാം, ഒഡീസി കാണാൻ പോവാം. അന്നോർത്ത് എനിക്ക് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമാണ്. കാരണം ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ അടുക്കുമ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ആർക്കും വലിയതൊരു സംഭവമായിട്ടും തോന്നില്ല. കാരണം പക്ഷേ നമുക്കതൊരു ഉള്ളിലൊരു ഹാപ്പിനെസ് ഇല്ല. കാരണം നമ്മളെന്തെങ്കിലും ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിലോ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലൊരു മൈൻഡ് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ എന്തായാലും അടുത്ത ദിവസം സിനിമയ്ക്ക് പോകാമല്ലോ, അടുത്ത ദിവസം പുറത്ത് പോകാമല്ലോ എന്നുള്ളൊരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഒരു ഹാപ്പിനെസ് ആയിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ നിർത്താൻ പറ്റും. കാരണം നമ്മുടെ സങ്കടങ്ങളെ അത് ഓവർകം ചെയ്യും എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു അതൊരു വളരെ മൈന്യൂട്ട് കാര്യം. കാരണം എന്ന് വെച്ചാൽ അത് അത്ര വലിയ സംഭവമല്ല. ഒരിക്കലും സിനിമ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മലമറിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ നമുക്കതിങ്ങനെ നമ്മുടെ ഉള്ളിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, കാണാൻ പോവാൻ ആ ഒരു ഹാപ്പിനെസ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തീർന്നു. പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി സന്തോഷത്തോടെ ഇരിക്കാമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ വിഷമങ്ങളെ ഓവർകം ചെയ്തിങ്ങനെ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും ആളുകൾ എപ്പോഴും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വിഷമിച്ച് ഇങ്ങനെ ഒരു ഡിപ്രസ്ഡായിട്ട് ഇങ്ങനെ എന്തോ ഒരു വിഷമത്തിലങ്ങ് ഇരിക്കും. പിന്നെ നമ്മൾക്ക് അങ്ങനെ ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റൂല. എനിക്കും അങ്ങനെ തന്നെ. പക്ഷെ നമ്മളത് നമ്മുടെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ അത് ശരിക്കും പോസിറ്റീവായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സങ്കടം സംഭവിച്ചാലും ഒരു ചെറിയ സന്തോഷം നമുക്ക് ശരിക്കും അത് ഓവർകം ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിനെ മാറ്റി എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ല, അതിന് നമുക്കൊരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇനിയിപ്പം എനിക്ക് സന്തോഷം വരാനുള്ള ഞായറാഴ്ച ഓഫല്ല, എനിക്ക് വർക്കുണ്ട്. പക്ഷെ വർക്ക് കഴിഞ്ഞിട്ട് സൺഡേ മാർക്കറ്റ് ഉണ്ട്, ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ജിലേബി കിട്ടും. ഞാൻ ആകെ ഈ പുറത്തുനിന്ന് അങ്ങനെ അധികം കഴിക്കാറില്ല. കാരണം ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് അതിൽ താല്പര്യം. പക്ഷെ എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ ചെറിയ പൈസയുള്ളൂ, കുറേ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, ഞായറാഴ്ച ആയാൽ മതി, ഞായറാഴ്ച പുറത്തല്ല അവിടെ പോയി ജിലേബി കഴിക്കാന്നുള്ളൊരു ഇങ്ങനെ ഓർത്തൊരു സന്തോഷം. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ വലിയ സന്തോഷിക്കാനും മാത്രം ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ അത് ഓർത്ത് സന്തോഷിക്കാൻ പറ്റുമല്ലോ. കാരണം നമ്മുടെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങളും അതിലും വലിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെറിയ കാര്യത്തെ ഓർത്ത് നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റാൻ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും. കാരണം അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. എന്നിങ്ങനെ ഓർത്തുകൊണ്ട് നമുക്കെന്തേലും നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കതൊരു ചെറിയൊരു സന്തോഷത്തിലൂടെ നമുക്കത് ഓവർകം ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല മഴയായാലും, ആ മഴയത്ത് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ലൈക്ക് സോ ഹാപ്പി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ചിലർക്ക് ഭയങ്കര മഴ ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്ക് ചിലപ്പം ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ രാവിലെ നാഗ്പൂർ പോയപ്പം ഭയങ്കര മഴ. ഞാൻ മടി ഇങ്ങനെ പിടിച്ചിട്ട് റൂമിലുള്ള ആരും എണീറ്റിട്ടും കൂടിയില്ല, എല്ലാവരും ലീവാക്കി കിടന്നുറങ്ങുന്നു. ഞാനും വിചാരിച്ചു ഇനി പോകണോ, മഴയല്ല, ഈ മഴയത്ത് എന്തിനാ പോകുന്നത്. പക്ഷെ പോയി. അതുപോലെ നമുക്കൊരു ദിവസം ഇപ്പം ഇന്നെനിക്ക് സന്തോഷമായിരുന്ന മഴ ഇന്നലെ എനിക്ക് അതൊരു വിഷമമായിരുന്നു. കാരണം ഓരോ ദിവസം ഓരോ ഡിപ്പെൻഡ് ചെയ്താൽ അതേപോലെയാണ് ഓരോരുത്തർക്കും. കാരണം ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മഴ, ചിലർക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പം ഇവിടെ വർക്കേഴ്സിനൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം
മഴ പെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാനും പെയിന്റിങ്ങും ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അപ്പോൾ പണി ഉണ്ടാവില്ല, വർക്ക് ഉണ്ടാവില്ല. എനിക്ക് സന്തോഷം, കാരണം വർക്കില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങുക വേണ്ട. അല്ലെ തന്നെ വലിയ പണിയൊന്നുമില്ല. അപ്പം മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പുറത്തിറങ്ങണ്ട, ഇവിടെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക രാവിലത്തെ വൈകുന്നേരം വരെ അങ്ങനെ. പക്ഷെ ഓരോ ചിലർക്ക് ശരിക്കും അങ്ങനെ അവർക്കത് സന്തോഷം. ചിലർക്ക് ശരിക്കും മഴ ഇഷ്ടമില്ലാത്തതുണ്ടാവും. ചിലപ്പോൾ പുറത്ത് വർക്കുന്നവർക്ക് മഴയാണെങ്കിൽ ഫുള്ള് പ്രശ്നമായിട്ട് റോഡ് പണിയൊക്കെ ചെയ്യുന്നവർക്ക് റോട്ടിൽ ചെളി അങ്ങനെ ഫുൾ ഇഷ്യൂ. അങ്ങനെ ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ അഭിപ്രായം. പക്ഷെ നമുക്ക് ഓരോ കാര്യത്തിലോർത്തും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കൊരു ലൈഫിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് തോന്നുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കാര്യം ഇങ്ങോട്ട് നമുക്ക് ഒരു സന്തോഷവും ഹാപ്പിനെസ്സും നമുക്ക് കൊണ്ട് തരത്തില്ല. നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടെത്തണം. ഇപ്പോൾ വായിക്കുന്നതാണെങ്കിലോ എഴുതുന്നതാണെങ്കിലോ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഹാപ്പിനെസ് എങ്ങനെയാണേലും അത് ശരിക്കും നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ അത് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ അതിൽ പ്രകടിപ്പിക്കാൻ പറ്റണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്താണൊരു ഇതില്ലാത്തത്, എപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറൊരു ഹാപ്പിനെസ് ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഇവിടെ ആരും അങ്ങനെ വന്ന് വർത്തമാനം പറയാറോ ഒന്നുമില്ല, മലയാളികൾ ആരുമില്ല. അപ്പം എൻ്റെതായ രീതിയിൽ എനിക്ക് ഈ ചെറിയ ചെറിയ ഹാപ്പിനെസ് മാത്രമേ എൻ്റെ ഈ ഒരു ടൈമിലുള്ളൂ. അപ്പം നാട്ടിലൊക്കെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവാം, സിനിമയ്ക്ക് പോവാം, എവിടെയെങ്കിലും പുറത്ത് പോവാം, വൈകിട്ട് കളിക്കാൻ പോകുന്നത്, ജിമ്മിൽ പോകുന്നത്, അങ്ങനെയൊക്കെ ഓർത്ത് നാട്ടിലാകുമ്പോൾ ഡെയിലി പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാനുണ്ട്. അത് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്കത് ഭയങ്കര നമ്മുടെ ലിമിറ്റേഷൻസിന് അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അതോർത്ത് സന്തോഷിക്കാണ്ട് അതോർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ മലയാളികളാരും ഇല്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, മലയാളികളും ഒരാളും മിണ്ടാൻ പോലും ആരുമില്ല, എന്താ ചെയ്യുക. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും അത് ശരിക്കും നല്ലതല്ലേ. കാരണം എനിക്ക് ഹിന്ദി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം ഇവരോട് വർത്തമാനം പറയുമ്പോൾ. പിന്നെ ഇംഗ്ലീഷിൽ വർത്തമാനം പറയും, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം എനിക്ക് ആ രണ്ട് ഭാഷയോട് അധികം പ്രത്യേകിച്ച് അങ്ങനെ അറിയാം. ഹിന്ദി ഒട്ടും അറിയത്തില്ല, എന്നാലും അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇവിടെ മലയാളികൾ ഒരു 2-3 പേരുണ്ടെങ്കിൽ ഞാൻ അവരോട് മാത്രമേ മിണ്ടുള്ളൂ. ഞാൻ ഒട്ടും ഹിന്ദി ഒന്നും ഇമ്പ്രൂവ് ചെയ്യില്ല. ഞാൻ ആ ഒരു ഇതിലങ്ങ് പോകും. പക്ഷേ ഈ മലയാളികൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ലൈഫിൽ നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വന്നപ്പോൾ അതൊരു വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. കാരണം സന്തോഷത്തിൻ്റെ കാര്യമാണ്. കാരണം ഹിന്ദി അറിയത്തില്ലാണ്ട് നമ്മൾ അവരോട് ഹിന്ദിയിലൊക്കെ പറയുമ്പോൾ അവർ ചിരിക്കും, നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ പഠിപ്പിച്ച് തരും. അപ്പോൾ അതൊരു വേറൊരു തരം ഹാപ്പിനെസ്സാണ്. കാരണം അത് അനുഭവിച്ചവർക്കറിയാം. കാരണം അങ്ങനെയാണ് അത്. ഇപ്പം എനിക്ക് ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് 2 മലയാളികളാണെങ്കിൽ ഞാൻ അവരോടെ കൂടുതലായിട്ട് കമ്പനി ആവുള്ളൂ, അവരോടെ മിണ്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ പറ്റുന്ന പോലെ ഇമ്പ്രൂവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള എന്ത് പ്രശ്നങ്ങളെയും ഇപ്പോൾ നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാലും എന്ത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അതിലൂടെ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. അല്ലാണ്ട് അതിനെ ഓവർകം ചെയ്ത് നമുക്ക് അതിൻ്റെ വിഷമങ്ങൾ സാഡായിട്ടിരിക്കുന്നതിനേക്കാളും നല്ല ആ സാഡ് ഓവർകം ചെയ്ത് കൂടുതലായിട്ടും ആ സാഡ്നെസ് മാറ്റിയിട്ട് ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്നാലേ നമുക്കൊരു എന്തെങ്കിലും പോസിറ്റീവായിട്ട് നടക്കുകയുള്ളൂ. അല്ലാണ്ട് അതില്ല, അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റൂല, ആരുമില്ല, നമ്മൾ വിഷമിച്ചിരുന്നിട്ട് നോ യൂസ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷെ ഇപ്പം നമുക്ക് ഒരു ചെറിയ കാര്യം വരുമ്പം ഇനിയിപ്പം നാളെ എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ജിലേബി കഴിക്കാൻ പോകുന്നത്, ഇപ്പം നാളെ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് വെള്ളിയാഴ്ച, ഇനി ഒരു ദിവസം കൂടെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആയി. അങ്ങനെ നമ്മുടെ ഓരോ ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞായറാഴ്ച കഴിഞ്ഞു, പിന്നെ ഒരാഴ്ച അടുത്ത ഞായറാഴ്ച വെയിറ്റിങ്, പിന്നെ ചിലപ്പം അങ്ങനെ ഓരോ ഇപ്പം അടുത്ത കഴിയുമ്പം സിനിമ ഏതെങ്കിലും വരും, ഇപ്പം സ്പൈഡർമാനൊക്കെ വരുമ്പോൾ അത് കാണാൻ പോകാമല്ലോ. അങ്ങനെ ഓരോ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരും, നമ്മളത് കണ്ടെത്തുക, നമ്മളതിനു വേണ്ടി ആ ഒരു കാര്യം നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മളത് ഓർത്ത് വിഷമിച്ച് ഇരുന്നിട്ട് നോ യൂസ്. അത്രയേ ഉള്ളൂ. ബി ഹാപ്പി, അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ തന്നെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക. ആരും നമുക്കൊന്നും തരത്തുമില്ല, തരാൻ പോകണമില്ല. എന്ത് ചെറിയ കാര്യത്തിലും നമ്മൾ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് തന്നെ അത് കണ്ടെത്തണം. എന്നാൽ മാത്രമേ
എന്തെങ്കിലും യൂസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അത്രയേ ഉള്ളൂ.